ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷയെ അയോഗ്യയാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. കൗൺസിൽ യോഗങ്ങൾ യഥാസമയം വിളിച്ചു ചേർക്കുന്നതിൽ അധ്യക്ഷ വീഴ്ച വരുത്തിയെന്നാരോപിച്ചാണ് ഇത്. പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷം 2 ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ചെന്നാണ് പരാതി. മാസത്തിൽ 1 തവണ യോഗം വിളിക്കണമെന്ന ചട്ടം പാലിക്കപ്പെട്ടില്ലെന്ന് ആരോപിച്ചാണ് നീക്കമെന്ന് ലീഗ് നേതാക്കളായ PMA ജലീൽ, M ഉമർ ഫാറൂഖ്, T ഫായിസ്, PP മുഹമ്മദ് കാസിം എന്നിവർ അറിയിച്ചു. കഴിഞ്ഞ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ 47 ദിവസവും ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ 39 ദിവസവും കൗൺസിൽ യോഗം വൈകിയെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. റോഡുകളുടെ വികസനം, തെരുവുവിളക്ക് പരിപാലനം, തെരുവുനായ നിയന്ത്രണം പോലുള്ള കാര്യങ്ങളിൽ കൗൺസിലർമാർക്ക് അഭിപ്രായം പറയാനുള്ള അവസരം നഷ്ടപ്പെട്ടെന്നും പരാതിയിൽ പറയുന്നു. ഒറ്റപ്പാലം നഗരസഭയുടെ ഭരണസമിതി യഥാസമയങ്ങളിൽ കൗൺസിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കാതെ മുനിസിപ്പൽ കൗൺസിലിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഒറ്റപ്പാലം ഈ ഭരണസമിതി നിലവിൽ വന്ന ശേഷം 2 തവണയാണ് യഥാസമയങ്ങളിൽ കൗൺസിൽ യോഗം വിളിക്കാതിരുന്നത്. ഇത് കൗൺസിലർമാർക്കുള്ള ഭരണഘടനാപരമായ അവകാശങ്ങളെ ലംഘിക്കുന്നതിന് സമാനമാണ്. മുനിസിപ്പൽ നിയമപ്രകാരം 1 മാസത്തിൽ ഒരിക്കലെങ്കിലും പരമാവധി 30 ദിവസത്തിനുള്ളിൽ ഒരു കൗൺസിൽ ചേരണം എന്ന് മുനിസിപ്പൽ ആക്ട് പറയുമ്പോൾ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കഴിഞ്ഞ തവണ വിളിച്ചു ചേർത്തത് 47 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇന്ന് നഗരസഭാ കൗൺസിൽ യോഗം ചേരുകയാണ് 39 ദിവസങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ഈ സ്ഥാനത്ത് തുടരാൻ ഉള്ളവരാണ്. അതുകൊണ്ട് മുനിസിപ്പൽ നിയമപ്രകാരം അവരെ അയോഗ്യത കൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി നൽകിയതിന്റെ കോപ്പിയും റെസിപ്റ്റുമാണ് ഉള്ളത്. ഇങ്ങനെ കൗൺസിൽ യോഗങ്ങൾ വിളിക്കാത്തത് കൊണ്ട് തെരുവിളക്കിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ, അതോടൊപ്പം തന്നെ തെരുവുനായുടെ ആക്രമണങ്ങളിൽ നിന്ന്, റോഡുകളുടെ ശോച്യാവസ്ഥയിൽ നിന്ന് ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊന്നും മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നില്ല. മാത്രമല്ല, യഥാസമയങ്ങളിൽ യോഗം ചേരാത്തത് കൊണ്ട് പല അജണ്ടകളും മാറ്റിവെക്കപ്പെടുകയാണ്. ഇത് നഗരസഭാ കൗൺസിലിനെ കബളിപ്പിക്കുന്ന തുല്യമാണ്, ഭരണഘടനാ ലംഘനമാണ്, മുനിസിപ്പൽ നിയമത്തിന്റെ ലംഘനമാണ്. ഈ മുനിസിപ്പൽ ചെയർപേഴ്സനെ ഈ സ്ഥാനത്ത് നിന്ന് അയോഗ്യത കൽപ്പിക്കണമെന്ന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.